ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകദേശം 100 വയസ്സിനോട് പ്രായമായ സമയത്ത് അള്ളാഹു നൽകിയ ആ കുഞ്ഞുമകൻ ഓടാനും ചാടാനും തുള്ളിച്ചാടി കളിക്കുവാനും പ്രായമായപ്പോൾ റബ്ബിന് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പൂർണ്ണ മനസ്സോടെ ആ പിതാവും ആ മകനും അതിന് തയ്യാറായി. അതിൻ്റെ ത്യാഗോജ്വല സ്മരണയാണ് ബലിപെരുന്നാൾ. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് റബ്ബിന് സമർപ്പിക്കലാണ് ബലിപെരുന്നാളിൻ്റെ ഏറ്റവും സുന്ദരമായ സ്മരണ. റബ്ബ് നമുക്ക് തന്നതല്ലാതെ ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം റബ്ബ് തിരിച്ചെടുക്കുമ്പോഴേക്കും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ബലിപെരുന്നാളിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടവരായി മാറുക? റബ്ബ് എന്ത് തന്നാലും അൽഹംദുലില്ലാ, എന്ത് തിരിച്ചെടുത്താലും റളീതു ബില്ലാഹ് എന്ന് പറയുന്ന, തൃപ്തിപ്പെട്ടിരിക്കുന്ന പടച്ചവനെ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് ബലിപെരുന്നാളിൻ്റെ സന്ദേശത്തിൻ്റെ കാതൽ. എല്ലാം റബ്ബിൽ നിന്നുള്ളതാണ്, അഹങ്കാരമില്ല. എന്ത് റബ്ബ് തിരിച്ചെടുത്താലും ഹാപ്പിയാണ്. ഒരു കംപ്ലീറ്റ് ഒരു സബ്മിഷൻ, അള്ളാഹുവിൽ പരിപൂർണമായി സമർപ്പണം ചെയ്യുന്നവൻ്റെ പേരാണ്, തസ്ലീം ചെയ്തവൻ്റെ പേരാണ് മുസ്ലിം. ആ ഒരു മുസ്ലിമിൻ്റെ മനോഹരമായ ആഘോഷമാണ് ബലിപെരുന്നാൾ. എല്ലാവർക്കും സന്തോഷകരമായ ബലിപെരുന്നാൾ ആശംസകൾ.